So hi guys, welcome to Unlearn Academy. So ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ബിസിനസ് സ്യൂട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്. അത് നമ്മുടെ ഫേസ്ബുക്കിലാണ്. സോ നമ്മൾ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക, അതുവഴി നമുക്ക് എങ്ങനെ ഒരു ആഡ് റൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ബട്ട് അത് ഒരിക്കലും റെക്കമെൻഡഡ് അല്ല. ബട്ട് എന്നാലും നമ്മൾ ജസ്റ്റ് കവർ ചെയ്ത് പോയിട്ടുണ്ട് ഫോർ ഇൻഫർമേഷൻ. സോ ഇന്നത്തെ ക്ലാസ്സിൽ എങ്ങനെയാണ് നോർമലി ഒരു ആഡ് അല്ലെങ്കിൽ ആഡ്സ് മാനേജർ ക്രിയേറ്റ് ചെയ്യുന്നവരെയാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ കവർ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ ഇതാണ് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലാസ്റ്റ് ക്ലാസ്സിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ നിങ്ങൾക്ക് നമ്മൾ ഇന്നലെ കവർ ചെയ്ത ടോപ്പിക് ക്രിയേറ്റ് ആഡ് എന്നുള്ള രീതിയിലാണ്. സോ അതിൽ ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അവർ കുറെ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. അതൊക്കെ നമ്മൾ മാത്രം ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഒരു ആഡ് റൺ ചെയ്യാൻ പറ്റും. അതായത് ബഡ്ജറ്റ് എത്രയാണെന്ന് അവർ ഇങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കും. അതനുസരിച്ച് നമ്മൾ ഫില്ല് ചെയ്ത് പോയാൽ നമുക്ക് ആഡ് റൺ ചെയ്യാൻ പറ്റും. ബട്ട് അത് ഒട്ടും എഫക്റ്റീവ് അല്ല. അതിനെക്കാളും നല്ല ഒരു ഫോട്ടോ നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം അത് ഒട്ടും എഫക്റ്റീവ് എന്നുള്ള രീതിയിലോട്ട് അത് പോവില്ല. സോ നമ്മൾ ഈ ഒരു മെറ്റാ ബിസിനസ് സ്യൂട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ചെയ്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഡെപ്ത് ആയിട്ടുള്ള ഓഡിയൻസ് അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പോയിന്റഡ് ഓഡിയൻസ്, കുറച്ചും കൂടെ ടാർഗറ്റഡ് ആയിട്ട് ഓഡിയൻസിൽ നമുക്ക് റീച്ച് എത്തിക്കാൻ പറ്റും. സോ നമ്മൾ ആദ്യം ഇപ്പോൾ മെറ്റാ ബിസിനസ് സ്യൂട്ടിന്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാണ്. സോ അതിലായിരിക്കും നമ്മൾ ഇനി അടുത്ത ആഡ് റൺ ചെയ്യാൻ പോകുന്നത്. സോ ഇതാണ് നമ്മുടെ മെറ്റാ ബിസിനസ് സ്യൂട്ട് എന്ന് പറയുന്നത്. ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആയിട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ റിസ്ക് അല്ലെങ്കിൽ നിങ്ങൾ ഫ്യൂച്ചറിൽ ആഡ് റൺ ചെയ്യുമ്പോഴത്തേക്ക് റിസ്ക് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇല്ല നിങ്ങൾ സ്റ്റെപ്പ് എവിടെയെങ്കിലും ബ്രേക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ബാൻ ഒക്കെ ആയി എന്നുള്ള ചാൻസ് വളരെ കൂടുതൽ. കാരണം ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കറക്റ്റ് അതായത് ഒരു ഋതമുണ്ട്. ആ ഋതത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് നമ്മളെ അക്കൗണ്ട് റെസ്ട്രിക്ഷൻ വരുത്താതിരിക്കാനുള്ള ചാൻസ് കൂടുതൽ എന്നുള്ള രീതിയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. സോ നമ്മളിപ്പോൾ ഓൾ ടൂൾസ് എന്നുള്ള രീതിയിൽ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ഓൾ ടൂൾസിനകത്ത് നമുക്ക് ഇവിടെ ആഡ്സ് മാനേജർ എന്നുള്ള ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. സോ ആദ്യം നമ്മൾ ആഡ്സ് മാനേജറിലോട്ട് പോകും. ആഡ്സ് മാനേജറിലാണ് നമ്മളൊരു ബിസിനസ് അക്കൗണ്ട് പ്യൂർലി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മളിപ്പോൾ ഓൾറെഡി ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, ഡെമോ എന്നുള്ള പേരിൽ. പക്ഷെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡെമോ എന്നുള്ള ഒരു പേരിൽ നമുക്ക് ഒരിക്കലും അക്കൗണ്ട് ഇവിടെ കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് എ ബിസിനസ് പോർട്ട്ഫോളിയോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. അവിടെ നമ്മൾ നേരത്തെ കമ്പനിക്ക് കൊടുത്തിട്ടുള്ള പേര് സെയിം നമ്മളിവിടെ കൊടുക്കുക. അൺലേൺ ഡെമോ എന്നുള്ള കമ്പനി പേരാണ് ഞാൻ നേരത്തെ കൊടുത്തിട്ടുള്ളത്. എൻ്റെ ഫസ്റ്റ് നെയിം ജസ്റ്റ് കൊടുക്കുക. ഞാൻ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഇപ്പോൾ ജസ്റ്റ് കൊടുക്കുകയാണ്. എൻ്റെ മെയിൽ ഐ ഡി ജസ്റ്റ് അവർ ചോദിക്കുന്നുണ്ട്. മെയിൽ ഐ ഡി ഞാൻ അതും കൂടെ ആഡ് ചെയ്യാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് മെയിൽ ഐ ഡി കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി എനിക്കൊരു ബിസിനസ് പോർട്ട്ഫോളിയോ കൂടെ അവിടെ ക്രിയേറ്റ് ആയി വരുന്നതായിരിക്കും. സോ ഇതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ കൊടുത്ത ആ സെയിം പേരിൽ അല്ലെങ്കിൽ സെയിം ലോഗോയിൽ തന്നെ ഒരു പോർട്ട്ഫോളിയോ ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ നമുക്ക് വേറെ എംപ്ലോയീസിന് ഇവിടെ നമുക്ക് ആക്സസ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അതായത് വേറെ എംപ്ലോയീസിന് ഇപ്പോൾ വർക്ക് ചെയ്യാൻ, അതായത് ആഡ് റൺ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ലൈക്ക് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ മെയിൽ ഐ ഡി ജസ്റ്റ് കൊടുക്കുക. അവരുടെ ജോബ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് കൊടുക്കുക. അതിനുശേഷം അവർക്ക് ഇതിന്റെ ആക്സസ് കിട്ടുന്നതായിരിക്കും. ഞാൻ ഇപ്പോൾ കറന്റ് അത് സ്കിപ്പ് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ കൺഫേം കൊടുത്തു. സോ എനിക്കൊരു ബിസിനസ് സെറ്റിംഗ്സ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ നമ്മൾ അടുത്ത ബിസിനസ് സെറ്റിംഗ്സിലേക്ക് നമ്മൾ കുറച്ച് കറക്ഷൻസും കാര്യങ്ങളും നിങ്ങൾ ആഡ് റൺ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പുകളാണ്. സോ കുറച്ച് കറക്ഷൻസും കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്. അത് നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാം. സോ ഇതാണ് ആഡ്സ് മാനേജർ എന്നുള്ള പേജ് വരുന്നത്. സോ ആഡ് മാനേജർ നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത്. സോ ആദ്യം ഞാൻ ജസ്റ്റ് ബ്രീഫ് ആയിട്ട് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് നോർമലി ഒരു ആഡ് റൺ ചെയ്യണമെന്ന്. ബട്ട് ഇതല്ല പ്രോസസ്സ്. ഫസ്റ്റ് പ്രോസസ്സ് നിങ്ങൾ പേജ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങളൊരു മെറ്റാ പേജ് ക്രിയേറ്റ് അല്ലെങ്കിൽ ആഡ്സ് മാനേജർ എത്തിയതിനു ശേഷം ആദ്യം ചെയ്യേണ്ടത് ഒരു ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ഞാൻ എന്തായാലും അത് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് കവർ ചെയ്യാം. സോ എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ഐഡിയ ആയിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണ് ഒരു ആഡ് റൺ ചെയ്യുന്നുള്ളത്. ബട്ട് ഞാൻ ഒന്നുകൂടെ പറയാണ്, ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഒരു ആഡ് നോർമലി എങ്ങനെ റൺ ചെയ്യാൻ പാടുകയുള്ളൂ. ബട്ട് എന്നൊരു ടെംപ്ലേറ്റ് നിങ്ങൾ കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡിങ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ ഞാൻ എടുക്കുന്നത്. സോ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. അതിൽ നമുക്ക് ഒരുപാട് ഒബ്ജക്റ്റീവ് ഉണ്ട്. ഈ ഓരോ ഒബ്ജക്റ്റീവ് വൈസ് നമ്മൾ ഓരോ വീഡിയോസ് ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. ലൈക്ക് 6 ഒബ്ജക്റ്റീവ് ഉണ്ട്. അപ്പോൾ 6 വീഡിയോസ് ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. ഓരോ ഒബ്ജക്റ്റീവിന് ഓരോ ഗോൾസ് ഉണ്ട്. ലൈക്ക് ഞാൻ ഇപ്പോൾ ട്രാഫിക് എടുക്കുകയാണെങ്കിൽ സൈഡിൽ തന്നെ നമുക്ക് ഗോൾസ് കാണാൻ പറ്റും. എന്താ ലിങ്ക് ക്ലിക്ക് ചെയ്യാനാണോ, അതോ ലാൻഡിംഗ് പേജ് കൂടുതൽ ആൾക്കാർ കിട്ടാനാണോ, അത് മെസ്സേജ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി അല്ലെങ്കിൽ വാട്സാപ്പ് വഴി കൂടുതൽ ചാറ്റ് വരാനാണോ, കോൾ കൂടുതൽ വരാനാണോ. സോ അങ്ങനെ ഓരോ നമ്മൾ ഒബ്ജക്റ്റീവിലും ഓരോ ഗോൾസ് വരുന്നുണ്ട്. സോ അപ്പോൾ ഞാൻ കറന്റ് ട്രാഫിക് വെച്ചാണ് പോകുന്നത്. പേടിക്കേണ്ട ഓരോ സെഷൻസ് നമ്മൾ ഓരോ വീഡിയോസ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. അത് പിന്നെ സെക്കൻഡ് വരുന്ന ഓപ്ഷൻ മാനുവലി ക്രിയേറ്റ് ചെയ്യണോ അതോ ഓട്ടോമാറ്റിക്കലി വേണമെന്നാണ്. നമ്മൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഓപ്ഷൻ തന്നെ മാനുവലി. കാരണം മാനുവലി ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ അത്രമാത്രം കസ്റ്റമൈസിങ് ഫീച്ചേഴ്സ് നമുക്ക് കിട്ടുള്ളൂ.
ഞാൻ ബേസിക്കലി ഈ സെഷൻ എടുക്കുന്ന മെയിൻ ആയിട്ട് എന്തിനാണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു ആഡും ഈ ഒരു ആഡുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നോർമലി ഒരു ആഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. ആ ഒരു ആഡും ഈ ഒരു ആഡ് വെച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രമാത്രം കസ്റ്റമൈസിങ് ഫീച്ചേഴ്സ് ആണ് നോർമലി ഈ ഒരു ആഡ് ഫീച്ചർ നമുക്ക് കിട്ടുന്നുള്ളത്. സോ ഫസ്റ്റ് നമ്മൾ ക്യാമ്പയിന്റെ നെയിം കൊടുക്കുക. താൽക്കാലികമായിട്ട് ഞാൻ ഡെമോ എന്നുള്ള പേരാണ് ഞാൻ ഇപ്പോൾ ഓപ്റ്റ് ചെയ്യുന്നത്. കുറച്ചുകൂടെ താഴോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ട്രാഫിക് നമുക്ക് ഒന്നുകൂടെ അവർ ചോദിക്കുന്നുണ്ട് എന്താണ് ഒബ്ജക്റ്റീവ് എന്നുള്ളത്. സോ ഞാൻ ട്രാഫിക്കിനാണ് ഓപ്റ്റ് ചെയ്യുന്നത്. AB ടെസ്റ്റിംഗ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, AB ടെസ്റ്റിംഗ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. സോ ബഡ്ജറ്റ് നമ്മളിത് ടോപ്പിക് അല്ലാതെ കവർ ചെയ്യുന്നുണ്ട്, അത് നമുക്ക് പിന്നെ കവർ ചെയ്യാം, അപ്കമിംഗ് വീഡിയോസിൽ നമുക്ക് അത് കവർ ചെയ്യാം. സോ ബഡ്ജറ്റ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. അതായത് ഫസ്റ്റ് തന്നെ നമുക്ക് ബഡ്ജറ്റ് ആഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അത് വേണമെങ്കിൽ ഓപ്ഷൻ അല്ല, അതിപ്പോൾ വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആഡ് ചെയ്യാം. ഇപ്പൊ ഞാൻ കറന്റ് അത് ഓഫ് ചെയ്യാണ്. അതെന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ക്ലാസ് നമുക്ക് ഷെയർ ചെയ്യാം. സോ പിന്നെ ഒരു കൺവേർഷൻ ഏത് രീതിയിൽ, അതായത് വെബ്സൈറ്റ് വഴിയാണോ കൺവേർഷൻ, അത് ആപ്പ് വഴിയാണോ കൺവേർഷൻ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ എന്നുള്ള രീതിയിൽ ഞാൻ കൺവേർഷൻ ഓപ്റ്റ് ചെയ്യാണ്. താഴോട്ട് ബിറ്റ് കൺട്രോൾ ഒക്കെ അവർ ചോദിക്കുന്നത്, അതായത് നമുക്ക് കിട്ടുന്ന ഒരു ലീഡിന് എത്ര എമൗണ്ട് വെച്ചാണ് എടുക്കാനായിട്ട്. ഇത് ഓപ്ഷനിലാണ്, നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ കൊടുക്കാം. ലൈക്ക് ഇപ്പൊ എനിക്ക് ഒരു കൺവേർഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൺവേർഷന് ഞാൻ 120 രൂപ വെച്ച് ഞാൻ കൊടുക്കുകയാണ്. അപ്പൊ എനിക്ക് ഒരു കൺവേർഷൻ അവർ 120 രൂപ വെച്ച് എടുക്കാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. സോ നമ്മളത് എമൗണ്ട് നമ്മളെ കസ്റ്റമൈസ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലിയും കൊടുക്കാം. ഇപ്പൊ ഞാൻ കറന്റ് ഓട്ടോമാറ്റിക് ആണ് കൊടുത്തത്, അത് ഞാൻ ഓപ്റ്റ് ചെയ്തില്ല ഒന്നും. താഴോട്ടുമ്പോൾ വീണ്ടും നമുക്ക് ബഡ്ജറ്റിന്റെ ഓപ്ഷൻ. അപ്പൊ നമ്മൾ നേരത്തെ ഒരു ബഡ്ജറ്റിന്റെ ഓപ്ഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ബഡ്ജറ്റിന്റെ ഓപ്ഷൻ. ഇതിൽ ഏതെങ്കിലും ഒന്ന് മാൻഡേറ്ററി ആയിട്ട് ചൂസ് ചെയ്യണം. നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ഫീച്ചർ ഇവിടെ കാണില്ലായിരുന്നു. ഇപ്പൊ ഞാൻ അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇപ്പൊ നമുക്ക് ഓപ്റ്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഡോളേഴ്സ് എന്നുള്ള രീതിയിലാണ് ഇവിടെ $20 എന്ന് കിടക്കുന്നത്. ഞാൻ ഇപ്പൊ $10 എന്നുള്ള രീതിയിൽ ഞാൻ ഡെയിലി ബഡ്ജറ്റ് കൊടുക്കുകയാണ്. ഈ ഡോളേഴ്സ് ഞാൻ നേരത്തെ സെയിം ഫീച്ചേഴ്സ് ചെയ്യണം. നമ്മളുടെ എമൗണ്ട് മാറുന്നതനുസരിച്ച് നമുക്കിവിടെ റീച്ച് മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ നമുക്ക് എന്ന് മുതൽ എന്ന് വരെയാണ് ആഡ് റൺ ചെയ്യേണ്ടത് എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ ബഡ്ജറ്റ് നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ള ഈ ഒരു കേസിൽ 2 ടൈപ്പ് ഓഫ് ബഡ്ജറ്റ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഒന്ന് ഡെയിലി ബഡ്ജറ്റും ഒന്ന് ലൈഫ് ടൈം ബഡ്ജറ്റ്. ഡെയിലി എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം $10 വെച്ച് സ്പെൻഡ് ആവും. ലൈഫ് ടൈം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ന് മുതൽ എന്ന് വരെയാണ് ആഡ് റൺ ചെയ്യുന്നത് ടോട്ടൽ എമൗണ്ട് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരിക. സോ അങ്ങനെ നമുക്ക് ഡെയിലിയും ലൈഫ് ടൈം വരുന്നുണ്ട്. കാരണം ഇപ്പോൾ ഡെയിലി വെച്ചിട്ടാണ് പറയാൻ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അത് കവറപ്പ് ചെയ്യാം. സോ താഴോട്ട് വരുമ്പോൾ നമുക്ക് വീണ്ടും ഓഡിയൻസിന്റെ സെഷൻ വരുന്നുണ്ട്. അത് ഞാൻ ഇപ്പോൾ ടച്ച് ചെയ്യുന്നില്ല, നമ്മൾ അപ്കമിംഗ് ക്ലാസ്സിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് വരുമ്പോൾ നമുക്ക് ടച്ച് ചെയ്യാം. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് റിവ്യൂ ആയിട്ട് പറഞ്ഞു പോവുകയാണ്. നമുക്ക് പ്ലേസ്മെന്റ് വരുന്നുണ്ട്. പ്ലേസ്മെന്റ് പ്രത്യേകം എന്താ വെച്ചാൽ എവിടേക്കാണ് ആഡ് റൺ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഓപ്ഷനാണ് പ്ലേസ്മെന്റിൽ മെയിൻ ആയിട്ട് വരുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, അതേപോലെ തന്നെ വാട്സ്ആപ്പ് ഉണ്ട്. ഈ പ്ലാറ്റ്ഫോം എല്ലാം ഫേസ്ബുക്കിന്റെ തന്നെ പ്ലാറ്റ്ഫോമാണ്. സോ ഇപ്പൊ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മാത്രമായിരിക്കും ആഡ് പോകുന്നത്, ഫേസ്ബുക്ക് ക്ലിക്ക് ചെയ്താൽ ഫേസ്ബുക്കിൽ മാത്രമായിരിക്കും ആഡ് പോകുന്നത്, എല്ലാം കൂടെ ക്ലിക്ക് ചെയ്താൽ എല്ലാ സ്ഥലത്തും ആഡ് ഒരുമിച്ച് പോകുന്നതായിരിക്കും. സോ ഈ ഒരു ഫീച്ചേഴ്സ് അത് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ഫീഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് മാത്രമായിട്ടായിരിക്കും ആഡ് പോകുന്നത്, അത് റീലായിട്ട് പോകും, സ്റ്റോറി ആയിട്ട് പോകും, അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോമിൽ ഇത് കവർ ചെയ്യുന്നുണ്ട്. സോ അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഫീച്ചേഴ്സ് നമുക്ക് വരുന്നുണ്ട്. സോ ഞാൻ ഇപ്പോൾ കറന്റ് നെക്സ്റ്റ് പോയാണ്. ലാസ്റ്റ് വരാൻ പോണ ആഡ് എന്നുള്ള സെഷനാണ് വരുന്നത്. സോ ഇവിടെ നമുക്ക് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിലും ഒരുമിച്ച് നമുക്ക് ആഡ് റൺ ചെയ്യാം. കുറച്ചുകൂടെ താഴോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കാരസോൾ ആണോ വേണ്ടത്, കാരസോൾ എന്നോ ഒന്നിൽ കൂടുതൽ ഫോട്ടോസ് ആണോ വേണ്ടത്, അല്ലെങ്കിൽ സിംഗിൾ ഫോട്ടോ ആണോ വേണ്ടത്, ഇമേജ് ആണോ വേണ്ടത് എന്നെ പറ്റി പറഞ്ഞുള്ള ഒരു സെഷനാണ് വരുന്നത്. സോ അവിടെ നമുക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സോ ഞാനിപ്പോൾ അപ്ലോഡ് ഓപ്ഷൻ കൊടുക്കുകയാണ്. അല്ലാതെ ഫോട്ടോ ഞാൻ അപ്പ് ചെയ്യാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ അപ്പ് ചെയ്യുന്നത്. ജസ്റ്റ് മീഡിയ എന്നുള്ള ആഡ് മീഡിയ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അപ്ലോഡ് ഉണ്ട്. അപ്ലോഡ് ക്ലിക്ക് ചെയ്യുക, ലോഗോ ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ ഒരു ഫോട്ടോ ഇവിടെ വരുന്നതായിരിക്കും. കണ്ടോ, ഇതേപോലെ നമുക്ക് ഏത് ഫോട്ടോ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. കാരസോൾ ആഡ് ചെയ്യണമെങ്കിൽ കാരസോൾ നമുക്ക് ആഡ് ചെയ്യാം. ആഡ് മ്യൂസിക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഈ ഒരു റീലൊക്കെ ആയിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി അത് പോസ്റ്റ് ആയിട്ടായിരിക്കില്ല പോകുന്നത്, അതൊരു വീഡിയോ ആയിട്ടായിരിക്കും പോകുന്നത്. ബട്ട് അത് മ്യൂസിക് കൂടെ ആഡ് ചെയ്തുകൊണ്ട് ഈ ഒരു പോസ്റ്റർ എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. നമുക്ക് കോൾ ടു ആക്ഷൻ ആഡ് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാം, അതേപോലെ തന്നെ നമുക്ക് ടൈറ്റിൽ ആഡ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്കിവിടെ വരുന്നുണ്ട്. അതിൽ നമുക്ക് ട്രാക്ക് ചെയ്യാനുള്ള ഫീച്ചേഴ്സ് നമുക്ക് വരുന്നുണ്ട്. അതിനെപ്പറ്റി നമ്മൾ ഇൻഡെപ്തിൽ അപ്കമിംഗ് ടോപ്പിക്സിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് പബ്ലിഷ് ചെയ്ത് ഈ ഒരു ആഡ് പബ്ലിഷ് ആയിട്ട് വരുന്നതായിരിക്കും. സോ ഇങ്ങനെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടെ എക്സ്പ്രസ്ഡ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരു ആഡ് റൺ ചെയ്യാനുള്ള ഫീച്ചർ നമുക്ക് ഇതിലാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഓപ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ടാർഗറ്റ് ഓഡിയൻസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ബട്ട് നമ്മളൊരു പേജ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം, ആഡ്സ് മാനേജർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരിക്കലും ആഡ് റൺ ചെയ്യുന്നതല്ല. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബിസിനസ് സെറ്റിംഗ്സിലോട്ട് പോയതിനു ശേഷം അവിടെ നമ്മൾ ആഡ് അക്കൗണ്ട് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ അത് കവർ ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പം നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് ചെയ്യണം. സൈനിങ് ഓഫ്, രഞ്ജിത്ത് ഫ്രം അൺലേൺ അക്കാഡമി.